പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CJPയുടെ പ്രതിഷേധം അത് നേടിയ വിജയം അത് ഒരുപക്ഷെ രാജ്യത്ത് മറ്റു മുന്നേറ്റങ്ങൾക്ക് കൂടി വഴിയൊരുക്കിയേക്കും എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഈ സമരത്തിന്റെ വിജയത്തിന് ശേഷം സമരനായകൻ കൂടിയായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ സൂചിപ്പിച്ചത് ഇത് ജനാധിപത്യത്തിന്റെ പുലരിയാണ്. യുവാക്കൾ ഒരുമിച്ചാൽ അവർക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ്. ആദ്യ വിക്കറ്റ് മാത്രമാണ് വീണിട്ടുള്ളത് എന്നതുകൂടിയായിരുന്നു CJP നേതാവിന്റെ പ്രതികരണം. ഇപ്പോഴിതാ CJPയുടെ മാതൃകയിൽ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാതൃകയിൽ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് പിന്നാലെ അടുത്തത് നിതിൻ ഗഡ്കരിയോ എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. എന്താണ് ഈ ചോദ്യത്തിന് കാരണം? എന്താണ് ആ കൂട്ടായ്മ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CJP എന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് എങ്കിൽ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് എന്നത് ഇന്ധനത്തിലെ എഥനോളിന്റെ ഉപയോഗം എന്നതാണ്. നേരത്തെയും പെട്രോളിനും ഡീസലിനും ഒക്കെ ചെറിയ തോതിൽ എഥനോൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ E20 എന്ന നിലയിലേക്ക് 20% എഥനോൾ കലർന്ന പെട്രോൾ ഡീസൽ ഒക്കെയാണ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വാഹന നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നോ ഈ മേഖലയിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഒന്നും കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ എഥനോൾ ഉപയോഗിക്കുന്ന പെട്രോൾ അത് വാഹനങ്ങൾക്ക് കേടുവരുത്തുന്നുണ്ടോ? ഇന്ധനക്ഷമതയിൽ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൃത്യമായി വിശദീകരിക്കുന്നില്ല എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട വിമർശനം. അങ്ങനെ CJP രൂപപ്പെട്ടതുപോലെ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഇതിനോടകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെയാണ് ഈ കൂട്ടായ്മയ്ക്ക് CJPക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് എഥനോൾ കലർന്ന പെട്രോൾ നിർബന്ധിച്ച് ഉപഭോഗം ചെയ്യിപ്പിക്കുന്നത് എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ CJPയുടെ പ്രതിഷേധത്തിന്റെ കൂട്ടായ്മയ്ക്ക് കാരണമായ ചോദ്യം എന്നത് രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒരുമിച്ചാലോ എന്ന സന്ദേശമായിരുന്നുവെങ്കിൽ ഇവിടെ ഇതാ രാജ്യത്തെ എല്ലാ ബൈക്ക് കാർ ഉടമകളും ഒത്തുചേർന്നാലോ എന്ന ചോദ്യം ആണ് ഉയരുന്നത്. അങ്ങനെ ഒത്തുചേർന്നാൽ എന്ത് സംഭവിക്കും എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ E20 ജനതാ പാർട്ടി, നേരത്തെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്നതാണ് രൂപീകരിക്കപ്പെട്ടത് എങ്കിൽ ഇപ്പോഴിതാ E20 ജനതാ പാർട്ടി എന്ന നിലയിൽ ആണ് ഈ ഹാൻഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തു കഴിഞ്ഞു. അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിയുന്നു. അവർക്ക് ഇത്തരം മുന്നേറ്റത്തോട് യോജിപ്പ് തന്നെയാണ്. കാരണം ഈ വിഷയവും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഏറ്റെടുക്കുന്നില്ല. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില അധികം വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ക്ഷമത കുറയുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ ബൈക്ക് കാർ ഉടമകൾ ഒത്തുചേരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂട്ടായ്മ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നടത്തുക എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇനി എന്താണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, E20 എന്ന നിലയിൽ എഥനോളിന്റെ അളവ് 20% ഉയർത്തിയതോടെ പല വാഹന ഉപഭോക്താക്കൾക്കും അവരുടെ മൈലേജിൽ വളരെ കുറവുണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ തുക നൽകുക, ആ തുകയ്ക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന സേവനം ലഭിക്കുന്നില്ല എന്നൊരു പശ്ചാത്തലത്തിൽ ആണ് E20 എഥനോൾ മിശ്രിതത്തിന് പകരം ശുദ്ധമായ പെട്രോൾ, അതായത് നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്ന പെട്രോൾ ഉപയോഗിക്കാനുള്ള അവസരം നൽകണം എന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ പല പെട്രോൾ പമ്പുകളിലും ചെല്ലുമ്പോൾ അങ്ങനെ പെട്രോൾ ലഭ്യമല്ല. വിതരണക്കാർ എഥനോൾ കലർത്തിയ പെട്രോളും ഡീസലും മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷനും ഇല്ല എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ അടക്കം നിരവധിയായ പെട്രോൾ പമ്പുകളിൽ നിന്ന് അതിൻ്റെ അധികൃതർ പ്രതികരിക്കാറുള്ളത്. അത് മാറ്റണം എന്നതാണ് ആവശ്യം. എന്താണ് ഈ E20 ജനതാ പാർട്ടി എന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടായ്മയാണ്. അവർ പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവുമില്ല. കാലങ്ങളായി നമ്മുടെ രാജ്യത്തെ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുകയാണ്. ഏതൊക്കെ സർക്കാരുകൾ നിലവിൽ വന്നാലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുക, ഇത്തരം കൂട്ടായ്മകളിലൂടെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുക, അതുമാത്രമാണ് ലക്ഷ്യം എന്നതാണ് ഈ E20 ജനതാ പാർട്ടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം എന്തൊക്കെയാണ് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഥനോളിന്റെ ഉപയോഗമാണ്. പ്രിയ പ്രേക്ഷകരെ അവിടെ ഓർമ്മിപ്പിക്കേണ്ടത്,
എത്തനോൾ കലർന്ന പെട്രോൾ പിൻവലിക്കാനല്ല ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. അത് ആവശ്യമുള്ളവർ ഉപയോഗിച്ചു കൊള്ളട്ടെ. പക്ഷേ എല്ലാ പെട്രോൾ പമ്പുകളിലും എത്തനോൾ കലർത്താത്ത പെട്രോൾ കൂടി അടിക്കുവാനുള്ള അല്ലെങ്കിൽ ഡീസൽ കൂടി ഉപയോഗിക്കുവാനുള്ള അവസരം ഒരുക്കണം എന്നതാണ്. അങ്ങനെ ഏത് ഇന്ധനം ഉപയോഗിക്കണമെന്നൊരു പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് പോലെ തന്നെ എത്തനോൾ കലർന്നതും കലരാത്തതുമായ പെട്രോളും ഡീസലും എന്ന ഓപ്ഷൻ കൂടി അനുവദിക്കണം എന്നതാണ് ഇവർ പറയുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഉപഭോക്താക്കൾക്കുണ്ട് എന്ന് അവർ പറയുന്നു. കാരണം പലരും വാഹനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതും വാങ്ങിച്ചതും പെട്രോൾ ഉപയോഗിച്ചും ഡീസൽ ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആ ഇന്ധനമാണ് ലഭിക്കേണ്ടത്. പുതിയ വാഹനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ E20 കലർന്ന മിശ്രിതം അല്ലെങ്കിൽ ഇന്ധനം ഉപയോഗിച്ചാൽ കേടുപാടുകൾ ഉണ്ടാകണമെന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്നത് പമ്പുകളിൽ ഈ പെട്രോളിൻ്റെ ഇനം കൃത്യമായും വ്യക്തമാക്കണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പെട്രോൾ പമ്പുകളിൽ എത്തനോൾ കലർന്ന പെട്രോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ് എത്തനോൾ കലർന്നിട്ടുള്ളത് എന്നതൊന്നും അറിയാൻ ഉപഭോക്താക്കൾക്ക് മാർഗമില്ല. അങ്ങനെ പോരാ, ഇത് കൃത്യമായി തന്നെ പെട്രോൾ പമ്പുകളിൽ എത്തനോൾ കലർന്നത് എങ്കിൽ എത്തനോളിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നതുൾപ്പെടെ സൂചിപ്പിക്കുന്ന ഒരു വിവര പട്ടിക ഉണ്ടാകണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സുതാര്യമായ ഫ്യുവൽ ലേബലിംഗ് ഉറപ്പാക്കണം എന്നതുകൂടിയാണ്. അതായത് കൃത്യമായി ഏത് ബ്രാൻഡിൻ്റെ ആണ് ഈ ഇന്ധനം എന്നത് ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായ നിർദ്ദേശം. അതായത് പല ഇന്ധനങ്ങൾക്കും പല ക്ഷമതയാണ് ഉള്ളത് എന്നത് നമുക്കറിയാം. അങ്ങനെ വ്യാപകമായി വാഹന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നു എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഈ വിവിധ തരം ഇന്ധനങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ എഞ്ചിനുകളെല്ലാം പെട്രോൾ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടേക്ക് മറ്റൊരു ഇന്ധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കും, അതിൻ്റെ ആയുസ്സിനെ ബാധിക്കും, ഒരുപക്ഷെ പല വാഹനങ്ങളുടെയും മറ്റു പാർട്സുകളെ അടക്കമൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഈ വാഹനങ്ങൾ നിർമ്മിച്ച് അതിന് അനുമതി നൽകുന്ന കേന്ദ്ര ഏജൻസികളുണ്ട്. വാഹനം നിരത്തിലിറങ്ങുന്നതിന് മുമ്പ് അത്തരം ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം നടത്തി ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇന്ധനങ്ങളും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ, കോട്ടങ്ങൾ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണം. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രതിസന്ധി എന്നത് ബോധിപ്പിക്കണം എന്ന ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ എന്തു മാറ്റങ്ങൾ സംഭവിക്കും, എൻജിൻ പെർഫോമൻസിൽ എന്തു മാറ്റങ്ങൾ സംഭവിക്കും, ഇതുണ്ടാക്കുന്ന മലിനീകരണത്തിൻ്റെ തോത് എത്രയാണ്, ഈ ഇന്ധനത്തിലേക്ക് മാറുമ്പോൾ കൂടുതലായി നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളൊക്കെ സർവീസിന് കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത തുകയാണ് ഇപ്പോൾ വർക്ക്ഷോപ്പുകാർ ഈടാക്കുന്നത്. ഒരു പക്ഷേ ഇനി വർക്ക്ഷോപ്പുകാർക്ക് അത്തരത്തിൽ തുക ഈടാക്കുമ്പോൾ ഈ E20 എത്തനോൾ കലർന്ന മിശ്രിതമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന തരത്തിൽ ഉപഭോക്താക്കളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്, അനാവശ്യമായി തുക ഈടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ കൂട്ടായ്മ വിജയിക്കുമോ എന്നതറിയില്ല. പക്ഷേ ആ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഓരോന്നും സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്, ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത്തരം മൂവ്മെന്റുകൾ കൂടിയാണ് ഇനി നടക്കാൻ സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.